നമസ്കാരം. കോച്ച് ദ കോച്ച് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കുറച്ചു കാലങ്ങളായി ഹാപ്പിനെസ് മാസ്റ്ററി ഹബ്ബും അതുപോലെ തന്നെ ബിസിനസ് മാസ്റ്ററി ഹബ്ബും അതിൻ്റെ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരുപാട് കോച്ചുമാരെ സൃഷ്ടിക്കണം എന്നുള്ള ഒരു തീരുമാനമെടുക്കുകയുണ്ടായി. കാരണം നമുക്ക് നല്ല സമൂഹത്തിൽ നിന്നും നല്ല പ്രതികരണം ഉണ്ടാവുകയും ഒരുപാട് ആൾക്കാർ നമ്മുടെ യാത്രയിൽ പങ്കുചേരുകയും ചെയ്തതിൽ ഏറെ സന്തോഷത്തോടു കൂടിയാണ് അത്തരം ഒരു തീരുമാനമെടുത്തത്. കാരണം നമ്മൾ എത്രത്തോളം മറ്റുള്ളവരോട് സഹകരിച്ച് പോകാൻ തയ്യാറാവുന്നു, അത്രയും നമ്മൾ മറ്റുള്ളവരിലെ സ്നേഹത്തിന് പാത്രമാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഹാപ്പിനെസ് മാക്സിമം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ദൗത്യം കൂടിയാണ് നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിലൂടെ ചെയ്യുന്നത്. ഞാൻ പഠിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി വന്ന കാര്യങ്ങളെ നിങ്ങൾക്കായി പറഞ്ഞു തരും, മനസ്സിലാക്കി തരാൻ ശ്രമിക്കുമ്പോഴും മനുഷ്യൻ എന്ന രീതിയിൽ ഒരുപാട് ലിമിറ്റേഷൻസ് നമുക്കുണ്ടാവും. പക്ഷെ അതിന് തത്തുല്യമായ സമാനമായ ഒരു കൂട്ടം ആൾക്കാരെ സൃഷ്ടിച്ചെടുക്കുമ്പോൾ ഞാൻ 1000 പേരിൽ എത്തുകയാണെങ്കിൽ എൻ്റെ കൂടെ 4 പേരും കൂടി കൂടുതലുണ്ടെങ്കിൽ അത് 4000 ആൾക്കാരിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണ് നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കോച്ച് ദ കോച്ച് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. അതിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ജോയിൻ ചെയ്യും. അവരൊക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് താമസിയാതെ തന്നെ ഇവരൊക്കെ നിങ്ങളുടെ സമൂഹത്തിൽ കാണാം. അവരൊക്കെ ഓരോ മേഖലകളിലും കണക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. ഓരോ മേഖലയൊക്കെ സെലക്ട് ചെയ്തുകൊണ്ട് കോച്ചിങ് നടക്കുന്നവരാണ്. അപ്പൊ ഇന്ന് ഞാനിത് ഈ വീഡിയോ ചെയ്യുന്നത് പബ്ലിക്കിന് വേണ്ടിയിട്ട്, അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യത്തെ തന്നെയാണ്. നിങ്ങൾക്കും സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്നു. നിങ്ങൾക്കൊക്കെ ഒരു പാഷനേറ്റീവ് ആണ് കോച്ച് ആവാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർ മുമ്പിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്ത് അവരുടെയൊക്കെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു എങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാവർക്കും ഇത് സാധ്യമാവുന്നതാണ്. ഇതിൽ ഞാൻ മുമ്പേ പറഞ്ഞ വീഡിയോയിൽ ഇതിന് വിദ്യാഭ്യാസവും മറ്റോ കാര്യങ്ങളൊന്നും മാനദണ്ഡമായിട്ട് എടുക്കേണ്ടതില്ല. നമ്മുടെ പാഷൻ എന്താണോ ആ പാഷനെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഗുണകരമായ മാറ്റം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു നിദാനം കുറിക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിനൊരു കാരണമായി മാറുക. അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനം നമുക്ക് നൽകാൻ സാധിച്ചെങ്കിൽ നമ്മൾ അവിടെ കൃതജ്ഞരായി എന്നാണ് പറയാം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇന്ന് ഞാൻ ഈ ക്ലാസ്സിൽ, ഈ വീഡിയോയിൽ പറയുന്നത് എന്താണ് നിഷ് ഫൈൻഡിങ് എന്ന് പറയുന്നത്. ഒരു കോച്ചിന് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് നിഷ് സെലക്ഷൻ എന്ന് പറയുന്നത്. നിഷ് സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങളുടെ കോച്ചിങ് നിഷ് സെലക്ഷൻ കണ്ടെത്തുക എന്നാണ് പറയുക. അത് കണ്ടെത്തിയാൽ മാത്രമേ നമുക്കൊരു യഥാർത്ഥ കോച്ചാവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു പോകും. നമ്മൾ എവിടെയും ഒരു സ്ഥലത്ത് നിൽക്കാതെ നമ്മൾ ഇങ്ങനെ ചാടിക്കളിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുമ്പോൾ നമുക്കൊരു അവിൽ പരുവത്തിലായി മാറുന്നു എന്നാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ നിഷ് ഫൈൻഡിങ് എന്ന് പറയുന്നത്. അപ്പൊ കോച്ചിങ്ങിൽ നിഷ് എന്താണ്, അതിന്റെ ആവശ്യകത എന്താണെന്നാണ് ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്നത്. കോച്ചിങ് നിഷ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക മേഖലയിൽ അവരവരുടെ പരിശീലനവും അറിവും ഉപയോഗിച്ച് തങ്ങളുടെ സേവനം ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് പറയുന്നത്. അപ്പോ പറഞ്ഞു വന്നത് നിഷ് സെലക്ഷന്റെ ആവശ്യകതയെ പറ്റിയിട്ടും എങ്ങനെയാണ് ഒരു നിഷ് സെലക്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. നോക്കൂ, നമുക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ കേന്ദ്രീകരിക്കാൻ സാധിച്ചാൽ മാത്രമാണ് നമുക്കൊരു നല്ല കോച്ചായി മാറാൻ സാധിക്കുന്നത്. ഇത് മറ്റുള്ള കോച്ചിന്മാരിൽ നിന്നും നിങ്ങളെ എങ്ങനെ വ്യത്യസ്തനാക്കുന്നു എന്നും നമ്മളുടെ സേവനത്തെ യഥാർത്ഥ ആൾക്കാരിൽ എത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ്. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മളുടെ ഏറ്റവും ഫലപ്രദമായ ഗുണമേന്മയുള്ള പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ്. എന്തൊക്കെയാണ് നിഷ് ഫൈൻഡിന്റെ ആവശ്യകത എന്നൊന്ന് നോക്കാം. ഒന്ന്, വളരെ സ്വതന്ത്രമായ ഒരു തിരഞ്ഞെടുപ്പ് നമുക്ക് നടത്താൻ സാധിക്കും. അതായത് നമ്മുടെ ഇഷ്ടം, കഴിവ്, അനുഭവം എന്നിവ അനുസരിച്ച് ഒരു സ്വതന്ത്രമായ മേഖല നമ്മൾ തിരഞ്ഞെടുക്കണം. രണ്ടാമത്തെ കാര്യം, വിപണിയിൽ ശ്രദ്ധ പിടിക്കണമെന്ന് പറയും. അതായത് വ്യക്തമായൊരു നിഷ് കൊണ്ട് നമ്മുടെ സേവനം എളുപ്പത്തിൽ മറ്റുള്ളവരിലേക്ക് വ്യക്തതയോടുകൂടി ആ കോച്ചിങ് സേവനങ്ങളിലും മറ്റുള്ളവരുടെ വ്യത്യസ്തമായി ഗുണമേന്മ ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കാൻ ഇതിലൂടെ നമുക്ക് സാധിക്കുന്നു. മൂന്നാമത്തെ കാര്യം, ആത്മവിശ്വാസം ഉണ്ടാക്കുമെന്ന്.
നമ്മുടെ കഴിവുകളും അനുഭവങ്ങളും നമ്മൾ തെളിയിക്കുന്നതിനാൽ നമുക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ മറ്റുള്ളവർക്ക് ഉപദേശം നൽകാൻ സാധിക്കും. ഈ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി എങ്ങനെയാണ് ഒരു നിഷ് കണ്ടെത്തുക എന്ന് പറയാം. നമ്മളത് ഒരു നിഷ് കണ്ടെത്തുന്നതിന് നമ്മൾ സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഇത് വ്യക്തമായി ഒന്ന് മനസ്സിലാക്കുക. ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്കത് കണ്ടെത്താൻ സാധിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം എന്താണ് എന്ന് സ്വയം ചോദിക്കുക. അത് വളരെ കൃത്യമായി മനസ്സിലാക്കുക. ചിലവർക്ക് സയൻസ് ആയിരിക്കും, ചിലവർക്ക് മണി ആയിരിക്കും, ചിലർക്ക് മൈൻഡ് സെറ്റ് ആയിരിക്കാം, ചിലവർക്ക് കരിയറിനെ പറ്റി ആയിരിക്കാം, ചിലവർക്ക് ഹെൽത്തിനെ പറ്റി ആയിരിക്കാം, മറ്റു ചിലർക്ക് ഫിറ്റ്നസിനെ പറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ സംസാരിക്കാനായിരിക്കും, മറ്റുള്ളവർക്ക് എന്താ പറയുക ബിസിനസിനെ പറ്റിയിട്ടായിരിക്കാം, സെയിൽസിനെ പറ്റിയായിരിക്കാം, മാർക്കറ്റിങ്ങിനെ പറ്റിയായിരിക്കാം, HR പറ്റിയായിരിക്കാം. അങ്ങനെ വ്യത്യസ്തമായ, അല്ലെങ്കിൽ ചില ലോ ഓഫ് അട്രാക്ഷന്റെ കാര്യങ്ങളായിരിക്കാം, മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളായിരിക്കാം, മറ്റു ചിലർക്ക് സ്പിരിച്വാലിറ്റി ആയിരിക്കാം. അങ്ങനെ ഓരോന്ന് വ്യത്യസ്തമായിരിക്കും. അത് ഇഷ്ടപ്പെട്ട വിഷയം എന്താണെന്ന് സെലക്ട് ചെയ്യുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഞാൻ ഏറ്റവും ആസ്വദിക്കുന്ന കാര്യം എന്താണെന്ന് തീരുമാനിക്കുക. ഈ വിഷയത്തിൽ ഞാൻ സെലക്ട് ചെയ്യുന്ന ഈ നിശ്ചൽ അല്ലെങ്കിൽ ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഞാൻ ഏറ്റവും ആസ്വാദനത്തോട് ചെയ്യുന്നത് എന്തായിരിക്കും. വെദർ ഇറ്റ് ഈസ് എന്താ പറയുക, നമുക്കതിനെ വളരെ കൃത്യമായി ആസ്വദിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന് തിരിച്ചോക്കുക. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇതിൽ എന്റെ ശക്തിയും അറിവുകളും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഇപ്പൊ കരിയർ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. കരിയറിനെ പറ്റി എന്തൊക്കെ എനിക്കറിയാം, വാട്ട് ആർ മൈ എക്സ്പീരിയൻസ്, വാട്ട് ആർ മൈ സ്ട്രെങ്ത്, ഇതെല്ലാം വളരെ പ്രത്യേകതയോട് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് പറ്റാന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് തന്നെ പിടിയുണ്ടാവില്ല. അപ്പോൾ മറ്റുള്ളവർ കേൾവിക്കാരനും യാതൊരു വിഷയവും ഉണ്ടാവില്ല. അപ്പൊ എന്റെ ശക്തിയും അറിവും നമ്മുടെ എക്സ്പീരിയൻസും ഒക്കെ അതിൽ എന്താണ് തിരിച്ചറിയുക. നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ അനുഭവമുണ്ട്, ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ നമുക്ക് അനുഭവമുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ അനുഭവത്തിൽ നിന്നാണ്. കാരണം ഞാൻ കോച്ചിങ് പഠിച്ച് ഇപ്പോൾ കോച്ച് ചെയ്തു വരുമ്പോൾ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എങ്ങനെയാണ് ഒരു വീഡിയോ പ്രസന്റ് ചെയ്യുക, എങ്ങനെയാണ് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരുടെ മറ്റുള്ളവരെ എങ്ങനെയാണ് കേൾക്കുക, ഇതൊക്കെ ഞാൻ അനുഭവത്തിലൂടെ പഠിച്ചെടുത്താണ്. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കി നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റണം. അടുത്തത്, ഏത് തരം ആൾക്കാരെയാണ് നമ്മൾ സഹായിക്കുക. നമുക്ക് എല്ലാവരെയും സഹായിക്കാൻ സാധിക്കില്ല. നമ്മുടെ ഒരു പരിമിതികൾ ഉണ്ടാവും. ഏത് ടൈപ്പ് ആൾക്കാരാണ് എന്റെ ക്ലയന്റ്, അതിൽ ഏത് ടൈപ്പ് ആൾക്കാരെയാണ് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്ന് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. കാരണം നമുക്ക് നമ്മളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നയാളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒന്നായിരിക്കും, അവന്റെ ആവശ്യം മറ്റൊന്നായിരിക്കും. അപ്പൊ യഥാർത്ഥ ആ ആവശ്യക്കാരനെ മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് വേണം. അല്ലെങ്കിൽ ഏത് ടൈപ്പ് ആൾക്കാരെയാണ് നമ്മൾ സഹായിക്കുക. ചിലവർ പറയും അത് എന്താ പാവപ്പെട്ടവരെ സഹായിക്കാൻ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഏതെങ്കിലും മേഖലയിൽ കുട്ടികളെ സഹായിക്കാം. മറ്റുള്ളവർ പറയും ഓക്കെ കരിയർ ഡെവലപ്പ് ചെയ്യും, ജോലി അന്വേഷിക്കുന്നവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവർക്ക് വേണ്ടി കൊടുക്കുക. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സിൽ ചേർന്നവർ വളരെ വിശദമായി പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യമാണ്, എങ്ങനെയാണെന്ന് ഫൈൻഡ് ചെയ്യുക. ഇനി നമ്മുടെ ഐഡിയൽ ക്ലയന്റ് ആരാണെന്ന് തീരുമാനിക്കുക. ഐഡിയൽ ക്ലയന്റ് ആരാണെന്ന് തീരുമാനിച്ചാൽ ഒരു ഫാമിലി കോച്ചിങ് ചെയ്യുന്ന ആളുടെ ക്ലയന്റ് ആരായിരിക്കും? ഫാമിലി തന്നെയായിരിക്കും. അല്ലെങ്കിൽ കരിയർ കോച്ച് ചെയ്യുന്നവർ ആരായിരിക്കും? കരിയറുമായി ബന്ധപ്പെട്ട് കരിയർ ആവശ്യമുള്ളവരെ മാത്രമേ നമ്മളെ ടാർഗറ്റ് ചെയ്ത് കാര്യമുള്ളൂ. മറ്റുള്ളവരെ ടാർഗറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലാണ് ചെയ്യുന്നതെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോശമായവരോട് മാത്രമേ ഇതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പൊ ആ ക്ലയന്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അടുത്തത്, എനിക്ക് എത്രത്തോളം മാറ്റം അവരിൽ കൊണ്ടുവരാൻ സാധിക്കും. വാട്ട് ഈസ് മൈ, അതായത് നമുക്ക് എത്രയാണ് അവരിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ലിമിറ്റേഷൻസ് ഉണ്ടാവും, എല്ലാവരെയും മാറ്റം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഓരോ ആളെ കാണുമ്പോൾ ഈ മൈൻഡ് സെറ്റിനെ മനസ്സിലാക്കാനും ആ മൈൻഡ് സെറ്റ് അനുസരിച്ച് അവരോട് പെരുമാറാനും, അല്ലെങ്കിൽ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യും. നമ്മളൊരു ഫിക്സഡ് മൈൻഡ് സെറ്റിലുള്ള ഒരാൾ വന്നിട്ട് നമ്മുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ നമുക്ക് അയാൾ വലിയ കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അവരിൽ എത്രത്തോളം മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ തിരിച്ചറിയണം. അടുത്തത്, നമ്മളുടെ ഉപദേശം കൊണ്ട് ആൾക്കാർക്ക് ലഭിക്കുന്ന മാറ്റങ്ങൾ എങ്ങനെയാകുമെന്നറിയണം. ഞാനിത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എന്ത് മാറ്റമാണ് അവിടെ ഉണ്ടാക്കാൻ പറ്റുന്നത് എന്ന് മുൻകൂട്ടി നമുക്ക് അറിയാൻ പറ്റണം. എങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന ഉപദേശത്തിന് അർത്ഥമുണ്ടോ. വാട്ട് ഈസ് ദ റിയൽ ഔട്ട്പുട്ട്, എന്താണ് നമ്മൾ ആ കൊടുക്കുന്ന ഉപദേശം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ തന്നെ ഇതാക്കണം.
ഇനി വളരെ പ്രധാനപ്പെട്ട പലരും മറന്നു പോകുന്ന ഒരു കാര്യമാണ്, കോച്ചിങ്ങിൽ നിൽക്കുന്ന പലരും മറന്നു പോകുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, എന്റെ അനുഭവങ്ങൾ എങ്ങനെ ഉപകാരപ്രദമായി മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും. ഞാൻ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളെ മറ്റുള്ളവർക്ക് അനുഭവങ്ങളാക്കി മാറ്റണമെങ്കിൽ അവർക്ക് ഉപകാരപ്രദമാക്കി മാറ്റാൻ എന്നെ കൊണ്ട് സാധിക്കുമോ? അങ്ങനെ നമുക്ക് പ്രസന്റ് ചെയ്യാനുള്ള കഴിവും അങ്ങനെ നമുക്ക് പറയാനുള്ള ജീവിത അനുഭവങ്ങൾ നമുക്കും ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. വെൽത്ത് മൈൻഡ് സെറ്റിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് വെൽത്ത് ഇല്ലെങ്കിൽ അവസ്ഥ എന്തായിരിക്കും? ലോ ഓഫ് അട്രാക്ഷനെ പറ്റി പഠിപ്പിക്കുന്ന ആൾക്ക് ഒരു കാര്യം മാനിഫെസ്റ്റേഷൻ ചെയ്യാനുള്ള പവർ ഇല്ലെങ്കിൽ എന്തായിരിക്കും? അപ്പൊ ഇതൊക്കെ വളരെ പ്രധാനമാണ്. സ്പിരിച്വാലിറ്റിയെ പറയുന്ന ആൾക്ക് യാതൊരു സ്പിരിച്വൽ അനുഭവം ഇല്ലെങ്കിൽ എന്തായിരിക്കും? ഇത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം. ഇനി നമ്മളുടെ, അതായത് നമ്മുടെ വിജയവും പരാജയവും മറ്റാളുകളെ പ്രചോദിപ്പിക്കുന്നതാണോ എന്ന് ചിന്തിക്കുക. പരാജയത്തിൽ നിന്ന് നമ്മുടെ പരാജയം മറ്റുള്ളവർ പറയുമ്പോൾ അവർക്ക് എന്ത് പ്രചോദനം അവിടെ ഉണ്ടാകുന്നു എന്ന രീതിയിൽ നമ്മൾ പറയേണ്ടി വരും. നമ്മൾ വിജയമുണ്ടാകും, ഈ വിജയം മറ്റുള്ളവർ പ്രസന്റ് ചെയ്യാൻ പറ്റുകയും ആ വിജയത്തെ അവർക്ക് പ്രചോദനം ഉണ്ടാക്കുകയും ചെയ്യുന്ന രീതിയിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ള അനുഭവം നമുക്ക് വേണമെന്നാണ് പറഞ്ഞത്. ഇതാണ് സാധാരണ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട നിശ്ചയ ഫൈൻഡ് ചെയ്യുമ്പോൾ വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിന്റെ മനഃശാസ്ത്രപരമായ സമീപനം എന്തായിരിക്കും? അതായത് സാധാരണ ആൾക്കാർ ഇതിനെ കാണേണ്ട രീതി എന്തായിരിക്കണം? സൈക്കോളജി എന്ന രീതിയിൽ എന്തായിരിക്കണം? ഒന്ന്, സ്വയം തിരിച്ചറിവുണ്ടാക്കണം നമുക്ക്. അതായത് നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങളും ചിന്തകളും മനസ്സിലാക്കി നമുക്ക് നിഷ് തിരഞ്ഞെടുക്കാൻ സാധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ഘടകങ്ങളൊക്കെ ഒന്നുകൂടി കേൾക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് എന്താ പറഞ്ഞത്. നമ്മുടെ മനസ്സിലെ വികാരങ്ങളും ചിന്തകളെയും നമ്മൾ മനസ്സിലാക്കിയിട്ട് നിഷ് തിരഞ്ഞെടുക്കാൻ ആവശ്യമാണ്. അത് ചെയ്താൽ മാത്രമേ എളുപ്പമാക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണം. അതായത് നമ്മളുടെ കഴിവുകൾ, അനുഭവങ്ങൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള ഭയം, ആശങ്ക എന്നിവ കുറച്ചു കൊണ്ടുപോകാനുള്ള കഴിവ് നമുക്കുണ്ടാവും. അതിലൂടെ നമ്മുടെ ആത്മവിശ്വാസം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഇത് പ്രസന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ, സമത്വം കണ്ടെത്തുക എന്ന് പറയും. തീർച്ചയായും ഒരു നിഷ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളുടെ ആത്മാർത്ഥതയും മനഃശാന്തിയും വളരെ പ്രധാനമാണ്. അതായത് ഇതുമായിട്ട് ഞാൻ കണക്ട് ചെയ്തു പോകുന്ന മെന്റാലിറ്റി ആയിരിക്കണം എനിക്ക് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്കത് സാധ്യമാവില്ല. അപ്പോൾ നിഷുമായി ഞാൻ താതാത്മ്യപ്പെടണം എന്ന് പറയും. അതായത് എന്റെ പാഷൻ ആയിരിക്കണം എന്റെ നിഷ് എന്ന് വളരെ ലളിതമായി പറയും. അടുത്തത്, സ്വയം തിരിച്ചറിയുക എന്ന് പറയും. അതായത് നമ്മളുടെ ഇഷ്ടം, കഴിവ്, അനുഭവങ്ങൾ എന്നിവ മനസ്സിലാക്കി അവയെ അടിസ്ഥാനമാക്കി ഒരു നിഷ് തിരഞ്ഞെടുക്കണം. നേരത്തെ പറഞ്ഞതിന്റെ മറ്റൊരു രൂപത്തിലാണ് പറഞ്ഞത്. ഇത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. നമ്മുടെ ഇഷ്ടവും കഴിവും അനുഭവങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിലുള്ള നിഷ് തിരഞ്ഞെടുക്കണം. ഞാൻ ക്ലാസ്സിൽ ആദ്യം വന്നവർക്ക് എല്ലാവർക്കും നിഷിനെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതെങ്ങനെ നിങ്ങൾ ഫൈൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് ഇന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിൾ സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ഇഷ്ടത്തെയും കഴിവിനെയും മനസ്സിലാക്കിക്കൊണ്ടാണ് അന്ന് പറഞ്ഞത്. അതിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ മാറ്റം ഉണ്ടാവും കേട്ടോ. എപ്പോഴും പെർമനന്റ് ആയിരിക്കില്ല, നമ്മൾ മാറ്റി പിടിക്കേണ്ടി വരും. കാരണം നമ്മൾ നിലവിൽ വെച്ച നിഷ് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പിന്നെ മാറ്റേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതെല്ലാ മേഖലയിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ബിസിനസിന്റെ ക്ലാസ് എടുക്കുന്നതും മൈൻഡ് മാസ്റ്ററിന്റെ ക്ലാസ് എടുക്കുന്നതും അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ എടുക്കുന്നതും വെൽത്ത് മൈൻഡ് സെറ്റ് എടുക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. സൈക്കോളജി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. ന്യൂറോ സയൻസ് ഞാൻ ഏറ്റവും കൂടുതൽ ഇങ്ങനെ അതിന്റെ പിറകെ, സ്പിരിച്വാലിറ്റി എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു മേഖലയാണ്. അപ്പൊ അതിലേക്ക് ഇങ്ങനെ ഇറങ്ങി നീ പോകുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും ഒന്നോ രണ്ടോ മേഖല മാത്രമേ അവർ നിൽക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള കാര്യം. ഇനി വളരെ പ്രധാനം, ഇതൊക്കെ ശരിയാണ്, പക്ഷേ യു ഡോണ്ട് ഹാവ് ഇറ്റ് വെൽത്ത് ഗെയിൻ ഇല്ലെങ്കിൽ, ഇതിനകത്ത് സാമ്പത്തികമായ ഉന്നമനം ഇല്ലെങ്കിൽ നമുക്ക് എത്ര കാലം പിടിച്ചേക്കാൻ പറ്റും? എല്ലാവരുടെയും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആവശ്യമാണ് സാമ്പത്തികമായി എന്തെങ്കിലും കിട്ടണം. അല്ലെങ്കിൽ ഇതിന് ചെലവുണ്ട്. നമുക്കിത് വെറുതെ ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ, സംസാരിക്കുന്ന വീഡിയോ, ഇതിന് മാസം വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്, ഇതിന് കാശ് കൊടുക്കണം, ഇതിന്റെ പിന്നിൽ വേറെ ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട്, അവർക്ക് ശമ്പളം കൊടുക്കണം, അതുപോലെ തമ്പനയിൽ ഉണ്ടാക്കണം, അതിന് പൈസ വേണം, അങ്ങനെ ഒരുപാട് ചെലവുകളുണ്ട് ഇതിനകത്ത്. നമുക്ക് വെറുതെ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം നമുക്ക് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം വിപണിയുടെ ആവശ്യങ്ങൾ എന്താണ്. വിപണിയുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കണ്ടന്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ യു കനോട്ട് റൺ ഇറ്റ്.
അത് വളരെ കൃത്യമായി വിപണിയെ കണ്ടെത്തണം. ഏതാണ് ഇപ്പോൾ ട്രെൻഡ് ആയിട്ട് പോകുന്ന വിപണി, ഏതിൽ നമുക്ക് സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കണം. സാമ്പത്തികം ഉണ്ടാക്കാതെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ സാധനം ഉണ്ടാക്കാൻ, ഈ ബാക്ക്ഗ്രൗണ്ട് സീൻ ഉണ്ടാക്കാൻ എത്ര സമയം എടുത്തിട്ടുണ്ടാവും? ഒരാള് ഒരു എത്ര സമയത്തെ വർക്ക് ഉണ്ട്, അവന് പൈസ കൊടുക്കണ്ടേ? അപ്പൊ സ്വാഭാവികമായിട്ട് ചില അപ്പോ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ മേഖല വിപണിയുടെ ആവശ്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണം. അല്ലാതെ തിരഞ്ഞെടുത്തോണ്ട് കാര്യമില്ല. ഇനി അതിൽ തന്നെ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നടത്തി നോക്കണം. എങ്ങനെ? ചെറിയ സെഷനുകൾ നടത്തണം, ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യണം, എന്നിട്ട് ഇത് നിഷ് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിച്ചാൽ മാത്രമേ നിഷിലേക്ക് നമ്മൾ പോകാൻ പറ്റൂ. ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഇവിടെ നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയുക, അവയിൽ നിന്നും അതിൽ നിന്നും നമുക്ക് നമ്മുടെ ശക്തി ഉണ്ടാക്കുന്ന രീതിയിൽ, അതിൽ നമ്മുടെ അനുയോജ്യമായ നിഷ് തിരഞ്ഞെടുക്കുന്ന രീതിയിൽ, നമ്മളുടെ പാഷനുമായി കണക്ട് ചെയ്യുന്ന രീതിയിൽ, നമ്മുടെ വിപണിയുടെ ആവശ്യകതയുമായി നിന്നുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ മാത്രമേ സക്സസ് ആവാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും ആൾക്കാർ കോച്ചിൽ പരാജയപ്പെട്ടു പോകുന്നത് വിപണിയുടെ ആവശ്യകതയെ അവർ തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ അവർ അനുഭവമായി ഇതിനെ കണക്ട് ചെയ്ത് നിൽക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം, അവർ ആ മേഖലയിൽ പ്രാവീണ്യം നേടുന്നില്ല എന്ന്. ആന്തരികമായ പ്രാവീണ്യം നേടുന്നില്ല. അല്ലെങ്കിൽ ബാഹ്യമായി പഠിച്ച് ചിലപ്പോൾ നമ്മുടെ എന്താ പറയുക ബൈഹാർട്ട് പറയുന്ന പോലെ പറയുന്നുണ്ടാവാം, പക്ഷെ അവർ അന്തരംഗങ്ങളിൽ അതുമായി കണക്ട് ചെയ്യുന്നുണ്ടാവില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റും കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ എന്റെ കോച്ച് ടു കോച്ച് പ്രോഗ്രാം വരുന്നവർക്ക് എല്ലാവർക്കും ഈ തിരിച്ചറിവാണ്. ഇന്നത്തെ ക്ലാസ്സിലും ഇപ്പൊ ഈ റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ കോച്ച് ടു കോച്ച് പ്രോഗ്രാം ചെയ്തിട്ടാണ് വരുന്നത്. ആക്ച്വലി ഈ ക്ലാസ് അവർക്ക് കൊടുക്കാനുള്ള ക്ലാസ് ആയിരുന്നു, പക്ഷെ സമയപരിമിതി കൊണ്ട് ഇപ്പൊ ഞാൻ ഇത് എല്ലാവർക്കും വേണ്ടി, പബ്ലിക്കിന് വേണ്ടി ചെയ്യാണ്. ഇത് അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ് ആണ്. അവിടെ ഇത് വളരെ വ്യക്തമായി 2-3 എക്സാമ്പിൾ അടക്കം പറഞ്ഞു കൊടുത്ത് ഇന്ന് മനസ്സിലാക്കി കൊടുത്ത കാര്യമാണ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനി പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോച്ച് ദ കോച്ച് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അടുത്ത ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്ന നമ്പർ താഴെ കൊടുത്തേക്കാം. ലോകത്ത് എവിടെ നിന്നുകൊണ്ടും നിങ്ങൾക്ക് സാധ്യമാണ് ഇത് ജോയിൻ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് പഠിക്കാം, മറ്റുള്ളവർക്ക് സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അഡ്മിനുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ലഭിക്കും. ഇത് വളരെ ഡീറ്റെയിൽസ് ആയിട്ട് പഠിപ്പിച്ചു നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്നുള്ള പ്രത്യാശയോടുകൂടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക. കാരണം ഈ ചാനലിൽ ബിസിനസ് മാസ്റ്ററി ഹബ്ബ് എന്ന് പറയുന്ന ഈ ചാനൽ നമ്മൾ 2 കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന് കോച്ച് ടു കോച്ചിന്റെ പ്രോഗ്രാമും ബിസിനസിന്റെ ക്ലാസ്സുകൾ മാത്രമാണ് ഇത് നടത്തുന്നത്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. താല്പര്യമുള്ളവർ കാണട്ടെ, അവർക്ക് ഗുണകരമായ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്നുള്ള പ്രത്യാശയോടുകൂടി താങ്ക് യു വെരി മച്ച്.